വാഗമൺ ട്രിപ്പിലെ രണ്ടാമത്തെ വീഡിയോ ആണിത്. ആദ്യത്തെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ കാണുക. അങ്ങനെ ഞങ്ങൾ മർമലയിൽ നിന്ന് ഇറങ്ങി വാഗമൺ ചുരം കയറാൻ തുടങ്ങി. ചുരം കയറുന്തോറും തണുപ്പും കൂടിക്കൂടി വന്നു. വാഗമൺ ട്രിപ്പിലെ പ്രധാന ഒരു വ്യൂ പോയിൻ്റാണ് ഇവിടം, കാരിക്കോട് വ്യൂ പോയിൻ്റ്. ഈ റൂട്ട് വരുന്ന സഞ്ചാരികൾ ഇവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ടാണ് പോകാറ്. ഒരു കെട്ടിടത്തിൻ്റെ മേളിൽ നിന്നും പുലി ചാടുന്ന ഒരു പ്രതിമ നമുക്കിവിടെ കാണാം. എന്നാൽ ഇതിൻ്റെ പണി തീരാതെ കുറേ നാളായി ഇതിങ്ങനെ തന്നെ നിൽക്കുകയാണ്. നല്ല തണുപ്പത്ത് നിൽക്കുമ്പോൾ ഒരു ഐസ്ക്രീം തിന്നുന്ന ഫീലൊന്ന് വേറെ തന്നെയാണ്. മലകളിലെല്ലാം കോടമഞ്ഞും കയറുന്നത് കണ്ട് ഞങ്ങളങ്ങനെ ഐസ്ക്രീമും കഴിച്ച് കുറച്ച് നേരം അവിടെ നിന്നു. കുറച്ചു നേരം നിന്നപ്പോൾ തന്നെ ഞങ്ങൾ നിൽക്കുന്നവിടവും മഞ്ഞ് മൂടാൻ തുടങ്ങി. കൂട്ടുകാരുമായി ആദ്യമായി ഇവിടെ വന്നപ്പോൾ 1-2 കടകൾ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നിരവധി കടകളായിരിക്കുന്നു. കുരിശുമലയ്ക്ക് പോകുന്ന റോഡിലേക്ക് എത്തിയപ്പോൾ തന്നെ നല്ല ശക്തമായ മഴയായിരുന്നു. മഴ കുറച്ച് കുറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ നേരെ കുരിശുമലയുടെ താഴെ വണ്ടി കൊണ്ടുവച്ചിട്ട് അതിൻ്റെ ഓപ്പോസിറ്റുള്ള മുരുകൻമലയ്ക്കാണ് പോയത്. വാഗമൺ വരുന്ന സഞ്ചാരികൾ അധികം പേരും പോകാത്തൊരു സ്ഥലമാണ് മുരുകൻമല. കല്ലും മണ്ണും നിറഞ്ഞ് ഈ വഴിയിൽ കൂടി നടന്ന് മേളിൽ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച അതിമനോഹരമെന്ന് വേണമെങ്കിൽ പറയാം. മലയുടെ മുകളിൽ എത്തിയപ്പോൾ തന്നെ നല്ല ശക്തമായ രീതിയിൽ കാറ്റ് വീശാൻ തുടങ്ങി. ഇത്രയും കയറി വന്നിട്ട് പെട്ടെന്ന് ഇറങ്ങിപ്പോകാൻ ഞങ്ങളുടെ മനസ്സനുവദിച്ചില്ല. എന്നാൽ ഞങ്ങൾക്ക് അവിടെ കുറച്ചു നേരം മാത്രമാണ് ഇരിക്കാൻ സാധിച്ചത്. ശക്തമായ കാറ്റും മഴയും, പിന്നെ വഴി മുഴുവൻ മഞ്ഞുകൊണ്ട് മൂടുന്നുമുണ്ടായിരുന്നു. വാഗമണ്ണിൽ ഇത്രയും മനോഹരമായൊരു സ്ഥലമുണ്ടായിട്ടും അധികം ആൾക്കാരൊന്നും വരാത്തതിൻ്റെ കാരണം എന്തായിരുന്നു എന്നാണ് ഞാൻ ഇറങ്ങിയപ്പോൾ ആലോചിച്ചത്. ഇവിടുന്ന് ഇറങ്ങി ഞങ്ങൾ അടുത്തതായി പോകാൻ പോകുന്നത് പൈൻ ഫോറസ്റ്റിലേക്കാണ്. അവിടെ എത്താറായപ്പോൾ വണ്ടികളുടെ തന്നെ നീണ്ടൊരു നിര കണ്ടു. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത് ഇന്ന് ഫുൾ ഇവിടെ നിന്ന് സമയം കളയേണ്ടി വരുമെന്ന്. എന്നാൽ എൻ്റെ ഭാഗ്യത്തിന് ഞാനൊരു 15 മിനിറ്റ് മാത്രമാണ് ബ്ലോക്കിൽ പെട്ടത്. സമയം ഇപ്പോൾ 2 മണി ആയതുകൊണ്ട് തന്നെ ആദ്യം കാണുന്ന ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു. വാഗമൺ വരുമ്പോഴെല്ലാം ഉച്ച സമയത്ത് കഴിക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം ബിരിയാണിയാണ്. എന്നാൽ ഇവിടുന്ന് കഴിച്ച ബിരിയാണി തരക്കേടില്ലെന്ന് വേണമെങ്കിൽ പറയാം. പാർക്കിങ്ങിന് പൈസ കൊടുക്കാൻ മടിയായതുകൊണ്ട് തന്നെ റോഡിൽ കുറച്ച് സ്ഥലം കണ്ടപ്പോൾ അവിടെ വണ്ടി ഒതുക്കി ഞങ്ങൾ പൈൻ ഫോറസ്റ്റിലേക്ക് നടന്നു. ഒട്ടും മടുപ്പ് തോന്നിക്കാത്തൊരു ക്ലൈമറ്റ് ആയിരുന്നു ഞങ്ങളിവിടെ വന്നപ്പോൾ. ചെറുതായി മഴ പൊടിയുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ചെറിയ കാറ്റും പിന്നെ വഴി മൂടിക്കിടക്കുന്ന കോടയും. ഇവിടെ വരുന്ന സഞ്ചാരികളെ ആകർഷിക്കാനായി ഇപ്പോൾ നിരവധി കടകളാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. ഇവിടുത്തെ പ്രധാന കച്ചവടം എന്ന് പറയുന്നത് തേയിലയും ചോക്ലേറ്റുമാണ്. അതെല്ലാ കടകളിലും ഉണ്ട്. ഓരോ തവണ വരുമ്പോഴും ഇവിടെ പല പല രൂപമാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇത്തവണ വന്നപ്പോൾ ഞാൻ കണ്ടത് നടപ്പാതയിലെ പഴയ കല്ലുകളെല്ലാം മാറ്റി പുതിയ കല്ലുകൾ പാകിയിരിക്കുന്നു. എന്നാൽ ഞാൻ മുന്നിലേക്ക് പോയത് പൈൻമരങ്ങൾക്കിടയിൽ കൂടെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ കല്ലുകളിൽ ചവിട്ടിയിട്ട് എൻ്റെ കാല് സ്ലിപ്പാകുന്നുണ്ടായിരുന്നു. അങ്ങനെ പൈൻ വാലിയിൽ കൂടി നടന്ന് അങ്ങ് അറ്റം ചെല്ലുമ്പോൾ കാണുന്നൊരു കാഴ്ചയെന്ന് പറയുന്നത് ഇതാണ്. അവിടം വരെ പോയി കാണാനുള്ള സമയം എനിക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ദൂരെ നിന്നത് ക്യാമറയിൽ പകർത്തി. പൈൻ ഫോറസ്റ്റിൽ കൂടി നടന്ന് അങ്ങ് അറ്റം ചെല്ലുമ്പോൾ ഇതുപോലൊരു മൺവഴി വരും. ആ വഴി അവസാനിക്കുന്നത് ഈ കാണുന്ന മലയുടെ മുകളിലാണ്. അധികം സമയം കളയാതെ തന്നെ അവിടുത്തെ കാഴ്ചകളും കണ്ട് ഞങ്ങൾ തിരികെ നടന്നു. അടുത്തതായി ഞങ്ങളിനി പോകാൻ പോകുന്നത് തങ്കൾപ്പാറയ്ക്കാണ്. തങ്കൾപ്പാറയ്ക്ക് പോകുന്ന വഴിക്ക് മല മൂടിക്കിടക്കുന്ന രീതിക്കുള്ള തേയിലത്തോട്ടങ്ങൾ കാണാം. ഞങ്ങളും അവിടെ വണ്ടി നിർത്തി കുറച്ച് ഫോട്ടോസെല്ലാം എടുത്തിട്ടാണ് തങ്കൾപ്പാറയ്ക്ക് പോയത്. തങ്കൾപ്പാറയുടെ അവിടെ എത്തുമ്പോൾ ഇതുപോലൊരു കവാടം കാണാം. അവിടെ ഒരു 10 രൂപ എൻട്രൻസ് ഫീസായി കൊടുത്ത് നേരെ ഞങ്ങൾ അകത്തേക്ക്. ചെറുതായി മഴയും കാറ്റുമെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ 4:30 വരെ അവിടെ നിൽക്കാൻ സമയമുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അകത്തേക്ക് വിട്ടത്. എന്നാൽ ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഇതുവരെ കണ്ട ക്ലൈമറ്റേ ആയിരുന്നില്ല ഇവിടെ. ശക്തമായ കാറ്റും മഴയും പിന്നെ കോട മൂടി നിൽക്കുന്ന ഒരു അന്തരീക്ഷവും. എന്നാൽ സമയം ഒത്തിരി കളയാനില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങളിതൊന്നും കാര്യമാക്കാതെ നേരെ മലയുടെ മുകളിലേക്ക് നടന്നു. ഇതിൻ്റെ മുകളിൽ എത്തണമെങ്കിൽ 3 വലിയ പാറകൾ കയറണമെന്നുള്ള സത്യം ഞാനിത് കയറി മേളിലെത്തിയപ്പോഴാണ് അറിഞ്ഞത്. ഈ പ്രദേശമെല്ലാം ഏകദേശം ഒരു 2500 അടി മേളിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ കാറ്റും മഞ്ഞുമെല്ലാം മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇവിടെ വരുന്ന സഞ്ചാരികൾക്കെല്ലാം അതെല്ലാം ആവോളം ആസ്വദിക്കാം. ഇവിടെയുള്ള ടൂറിസ്റ്റ് പ്ലേസ് എല്ലാം ഒരുപാട് അകലമില്ലാത്തത് കൊണ്ട് തന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ വാഗമൺ നമുക്ക് കണ്ടു തീർക്കാം. ഒരു 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് ഇപ്പോൾ ഇവിടെ വരാൻ പറ്റിയൊരു ക്ലൈമറ്റാണ്. ചുറ്റിനും കോടമഞ്ഞ് മൂടി നിൽക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ നിന്നുള്ള വ്യൂ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ അതിലെനിക്ക് ഒട്ടും നിരാശ തോന്നിയില്ല. ഇതും ഒരു നല്ല ഫീൽ തന്നെയായിരുന്നു. അങ്ങനെ പാറപ്പുറത്തെ കാഴ്ചകളും കണ്ട് ഞങ്ങൾ തിരികെ ഇറങ്ങി. നല്ല മഴയുള്ള സമയത്ത് വാഗമണ്ണ് വന്നാൽ ഇതുപോലുള്ള വെള്ളച്ചാട്ടങ്ങൾ നിരവധി നമുക്ക് കാണാം. അങ്ങനെ വാഗമണ്ണിന് ഒരു ബൈയും പറഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക്. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.